ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഈ വീഡിയോയിൽ സെപ്റ്റ് എന്ന ഓപ്ഷൻ ഗൈഡ് കർവ് യൂസ് ചെയ്തിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് സെലക്ട് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ലൈൻ സെലക്ട് ചെയ്ത ശേഷം പാത്താണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഡയമെൻഷൻ കൊടുക്കുകയാണ്. ഓക്കെ, 500 mm ഞാൻ കൊടുത്തു. എന്നിട്ട് സ്കെച്ച് ഔട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ വേറൊരു പ്ലെയിനിൽ നമുക്ക് എന്ത് ഷേപ്പാണ് വേണ്ടെന്നുള്ളത് ഒരു ഗൈഡ് കർവ് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. സ്കെച്ച് സെലക്ട് ചെയ്തു, അതേ പ്ലെയിനിലാണ് ഞാൻ സെലക്ട് ചെയ്തത്. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ആ പോയിന്റ്സ് ആർക്ക് സെലക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, സ്പ്ലൈൻ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഷേപ്പ് കൊടുക്കുകയാണ്. സ്പ്ലൈനും 3 പോയിന്റ് ആർക്കും തമ്മിൽ ടാൻജന്റ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സ്കെച്ച് ഔട്ട് ചെയ്തു. അപ്പം ഞാൻ രണ്ട് സ്കെച്ചും രണ്ട് പ്ലെയിനിലാണ് വരച്ചേക്കുന്നത്. അടുത്ത പ്ലെയിൻ സെലക്ട് ചെയ്യാണ്. ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്ത ശേഷം ഞാൻ സ്കെച്ച് എടുക്കുകയാണ് അതിനകത്ത്. ഓക്കെ, എന്നിട്ട് ഞാൻ സർക്കിൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. സർക്കിൾ വരച്ച ശേഷം നമ്മൾ ശ്രദ്ധിക്കണം, ഇനിയാണ് ഇതിൻ്റെ റിലേഷൻസ് കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് സെപ്റ്റ് എന്ന ഓപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഞാൻ ലൈനും പോയിന്റും തമ്മിൽ പിയേഴ്സ് എന്ന റിലേഷനാണ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ആ സർക്കിളും ആ സ്പ്ലൈൻ്റെ പോയിന്റും തമ്മിൽ കോയിൻസിഡൻസ് കൊടുക്കുകയാണ്. ഇപ്പോൾ റൗണ്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്, അതായത് ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഡൗട്ടിന് ഇത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനിയൊരു റിലേഷൻ കൂടെ കൊടുക്കുകയാണ്. ആ ലൈനും ആ സർക്കിളും തമ്മിൽ ടാൻജന്റ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ റെഡ് മാർക്ക് വീഴും. കാരണം ആൾറെഡി അത് റിലേഷൻസ് കറക്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഞാൻ ഡിലീറ്റ് ചെയ്തതിന്. എന്നിട്ട് ഞാൻ സ്കെച്ച് ഔട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഞാൻ ഫീച്ചേഴ്സിൽ പോയിട്ട് സെപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത ശേഷം ഞാൻ ഫസ്റ്റ് റൗണ്ട് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പാത്തായിട്ട് ഞാൻ ലൈൻ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇനി ഗൈഡ് കർവ് ഓക്കെ, സർക്കിൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ പാത്ത് ലൈൻ സെലക്ട് ചെയ്തു. ഇനി ഞാൻ ഗൈഡ് കർവ് സെലക്ട് ചെയ്ത ശേഷം ഞാൻ ആ വരച്ചു കൊടുത്ത് ഗൈഡ് ലൈൻ സെലക്ട് ചെയ്ത്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഗൈഡ് ലൈൻ വരച്ചു കൊടുത്ത് അതേ രീതിയിൽ നമുക്ക് സെപ്റ്റ് ചെയ്ത് കിട്ടും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ പല ഷേപ്പുകളിൽ നിങ്ങൾ വരച്ച് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റുകൾ അയയ്ക്കുക, ഞാൻ നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ചെറിയൊരു അറിവ് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ഫ്രണ്ട്സ്.